ഒരിക്കൽ കൂടെ നിങ്ങളുടെ ആ ഹൃദയത്തെ, നിങ്ങളുടെ സ്നേഹത്തെ, നിങ്ങളുടെ വാത്സല്യത്തെ ഞങ്ങൾ ഒരിക്കൽ കൂടെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇവിടെ അല്പനേരം ദൈവവചന ചിന്തകൾക്കായിട്ട് സ്തോത്രം ഞങ്ങളുടെ കൃതദാസന്മാര് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഈ രാജ്ഞീയ ശുശ്രൂഷയായിരിക്കാൻ ഇത് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാരംഭിക്കുവാൻ ദൈവസന്നിധി ശരണപ്പെടുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും വാക്ക് പറഞ്ഞ മാറാത്തനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇത് പകൽക്കാലം ഞങ്ങൾക്ക് ഈ ദേശത്ത് കടന്നു വരുവാനും ഈ ദേശത്തുള്ള ദൈവജനങ്ങളോട് കർത്താവേ അല്പനേരം ദൈവവചനത്തെ ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം ഞങ്ങളെ സഹായിച്ച എല്ലാ കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ വിളിച്ചു പറയുവാൻ തക്കൂടെ നല്ല ഭൃത്യന്മാരെ ദൈവം ബലപ്പെടുത്തിയ കൃപകൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദേശത്തെ ഓർക്കുന്നു, ചുറ്റുവട്ടങ്ങൾ, ഭവനങ്ങൾ, ദേശനിവാസികൾ എല്ലാവരെയും കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അല്പനേരം കർത്താവെ ആ ദൈവവചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കും. എല്ലാ മുഖാന്തരം ദൈവം മാനിക്കും, കൃപ കൂടിയിരിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ. ഇപ്പൊ കർത്തദാസൻ ഒരു പാട്ട് പാടും. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്ന യതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നേശു ജീവിക്കുന്ന യതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശു അത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതെ, യേശു കർത്താവ് ജീവിക്കുന്നു. ഞങ്ങളെ ദൂരത്തും ചാരത്തുമായി, അകലെയും അടുത്തും, വീതികളിലും ബീച്ചുകളിലും ഇരുന്നുകൊണ്ട് ഞങ്ങളെ സദൃഢം ശ്രമിക്കുന്ന എല്ലാ ദേശനിവാസികൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇമ്മാനുവൽ ഗോസ്ബൽ മിഷന്റെയും IPC കുളപ്പനാക്കുന്നം സഭയുടെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പരസ്യ മീറ്റിംഗ് ആണ് ഈ പ്രദേശത്തും കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങൾ അറിഞ്ഞ രക്ഷയുടെ സന്ദേശം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഈ നല്ല സമയത്ത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദേശത്തെ കർത്താവ് സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവിന്റെ ആ മാറ്റമില്ലാത്ത തിരുവചനമായി ഞങ്ങൾക്ക് ഈ കട്ടച്ചിറയുടെ പ്രദേശത്തും കടന്നു വരുവാൻ കർത്താവ് കൃപ തന്നത്. നമുക്കറിയാം, ലോകം അതിന്റെ അന്ത്യഘട്ടങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ലോക രാഷ്ട്രങ്ങൾക്കൊന്നും സമാധാനമില്ലാതെ എവിടെ സമാധാനം ലഭിക്കും അറിയാൻ കഴിയാതെ വണ്ണം പലരും സമാധാനത്തിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തരക്കം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയും സമാധാനം ലഭിക്കാൻ കഴിയാതെ വണ്ണം രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പല ചർച്ചകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കൊന്നും സമാധാനം ലഭിക്കാതിരിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്ന സമാധാനമല്ല, എന്നേക്ക് നിലനിൽക്കുന്നതായ നിത്യസമാധാനമാണ് യേശു ക്രിസ്തു നൽകുന്നത്. സമാധാനം നേടിയെടുക്കുവാൻ വേണ്ടി പലരും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയൊക്കെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ അതിനൊന്നും മയക്കുമരുന്നിനോ ലഹരി പദാർത്ഥങ്ങൾക്കോ ഒന്നും തരാൻ കഴിയാത്തതായ നിത്യമായ സമാധാനമാണ് യേശു ക്രിസ്തു നമുക്ക് നൽകുന്നത്. അത് ലോകത്തിന് സമാധാനമല്ല, നിത്യമായി നിലനിൽക്കുന്നതായ നിത്യമായ സമാധാനമാണ് യേശു കർത്താവ് നമുക്ക് ദാനമായി നൽകുന്നത്. നാം ആയിരിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. ആഴിയുടെ അടിത്തല മുതൽ ആകാശത്തിന്റെ അറുതി വരെയും, ആറ്റ വിഭജനം മുതൽ ക്ലോണിംഗ് ശിശു വരെയും
ഒന്നിനു പിറകെ ഒന്നായി മനുഷ്യൻ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് വിജയത്തിന്റെ സോപാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സൗരയൂഥത്തിൽ കാലുകുത്തിയ മനുഷ്യൻ അവിടെ എങ്ങനെ പാർപ്പിടം നിർമ്മിക്കാമെന്നും താരാ യുദ്ധം എങ്ങനെ വ്യാപ്തിപ്പെടുത്താമെന്നും കമ്പ്യൂട്ടർ യുഗം എങ്ങനെ വിപുലീകരിക്കാമെന്നും മനുഷ്യന്റെ ചിന്ത പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മനുഷ്യന്റെ ആകത്തുക മനസ്സിലാക്കുവാൻ മനുഷ്യദേവരെ കഴിഞ്ഞിട്ടില്ല. മനുഷ്യന്റെ ആയുസ് വിശുദ്ധ ബൈബിൾ പറയുന്നത് ഏറെയായാൽ 80 സംവത്സരമുള്ളെന്നാണ് ബൈബിൾ പറയുന്നത്. ഇപ്പോൾ മനുഷ്യന്റെ ആയുസ് 80 വയസ്സ് വരെ പോകുന്നില്ല. 65, 25, 35, 45 എന്നിങ്ങനെ പ്രായപരിധി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ പാപമാണ്. എന്താണ് പാപം എന്ന് പറയുന്നത്? വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു വാക്യം പറയുന്നത്: ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തു കടന്നു. ഏക മനുഷ്യന്റെ പാപം മുഖാന്തരമാണ് ലോകത്തിൽ മരണം സംഭവിക്കപ്പെടുവാനിടയായിട്ടുള്ളത്. എങ്ങനെയാണ് ലോകത്തിൽ മരണമുണ്ടായത്? മരണമുണ്ടായത് ഏക മനുഷ്യന്റെ പാപം മുഖാന്തരമാണ് ലോകത്തിൽ മരണമുണ്ടാകുവാനിടയായിട്ടുള്ളത്. വിശുദ്ധ ബൈബിൾ എഴുതി ആരംഭിച്ചത് ഏകദേശം 1500 വർഷം മുതൽ AD 100 വരെയുള്ള ഏകദേശം 1600 വർഷങ്ങൾ കൊണ്ട് 40 പരം എഴുത്തുകാരിലാണ് വിശുദ്ധ ബൈബിൾ എഴുതുവാനിടയായിട്ടുള്ളത്. അതിൽ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പ്രവാചകന്മാർ, ആട്ടിടയന്മാർ, മുക്കുവന്മാർ, കൃഷിക്കാർ തുടങ്ങിയവരും പഠിപ്പുള്ളവരും പഠിപ്പില്ലാത്തവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എബ്രായ, ഗ്രീക്ക്, രാമ്യ ഭാഷകളിൽ പാപ്രസ്തരിത തോലിലും ചർമ്മലിഖിതങ്ങളിലും മെഴുകുപലക, കൽപ്പലക തുടങ്ങിയ പ്രതലങ്ങളിൽ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ 3 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് വിശുദ്ധ ബൈബിൾ എഴുതുവാനിടയായിട്ടുള്ളത്. വിശുദ്ധ ബൈബിളിലെ എഴുത്തുകാരുടെ മാനസികാവസ്ഥകൾ പലപ്പോഴും വ്യത്യസ്തങ്ങളായിരുന്നു. മോശ മരുഭൂമിയിലായിരുന്നപ്പോൾ എഴുതി, ദാവീദ് യുദ്ധകാലങ്ങളിൽ എഴുതി, ശലോമോൻ സമാധാന വേളയിലായിരുന്നപ്പോൾ എഴുതി, യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിലായിരുന്നപ്പോൾ എഴുതി, ലൂക്കോസ് കപ്പൽ യാത്രയുടെ മധ്യത്തിൽ, അതുപോലെ തന്നെ പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോഴാണ് വിശുദ്ധ ബൈബിൾ എഴുതുവാനിടയായിട്ടുള്ളത്. വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നിയമനീതി നടപടികളും പാട്ടും പഴമൊഴിയും ചരിത്രവും ജീവിതവും ഒത്തുചേർത്തിണക്കിയ മുത്തുമാല പോലെയാണ് വിശുദ്ധ ബൈബിൾ. ഈ വിശുദ്ധ ബൈബിളിനെ തുളച്ചു മാറ്റുവാൻ വേണ്ടി ലോകത്തിലെ രാഷ്ട്ര തലവന്മാർ മുമ്പോട്ട് കടന്നു വന്നു, തത്വചിന്തകന്മാർ മുമ്പോട്ട് കടന്നു വന്നു, ചക്രവർത്തിമാർ മുമ്പോട്ട് കടന്നു വന്നു, നിരീശ്വരവാദികൾ മുമ്പോട്ട് കടന്നു വന്നു. അവരെല്ലാം തിരശ്ശീലക്കപ്പുറം മറഞ്ഞു പോകേണ്ടതായിട്ട് വന്നു. ഇന്നും ദൈവത്തിന്റെ വചനം വിശുദ്ധ ബൈബിൾ വിജയകൊടി പാറിച്ചുകൊണ്ട് മുൻപോട്ട് പോകുകയാണ്. നമുക്കറിയാം AD 2-ാം നൂറ്റാണ്ടിൽ സിറിയൻ ചക്രവർത്തിയായിരുന്ന അന്ത്യോക്കസ് എപ്പിഫാനസ്, AD 4-ാം നൂറ്റാണ്ടിൽ ഡയോക്കസ് എന്ന് പറയുന്ന ചക്രവർത്തിമാർ, അങ്ങനെ ഒരുപാട് മഹാരഥന്മാരൊക്കെ മുൻപോട്ട് കടന്നു വന്നെങ്കിലും അവരെല്ലാം തിരശ്ശീലക്കപ്പുറം മറഞ്ഞു പോകേണ്ടതായിട്ട് വന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു നിരീശ്വരവാദിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് തോമസ് പെയിൻ എന്ന് പറയും. അദ്ദേഹം വിശുദ്ധ ബൈബിളിനെതിരെ ഒരു പുസ്തകം എഴുതി. അത് ഇങ്ങനെയാണ് രേഖപ്പെടുത്തി വെച്ചിരുന്നത്: യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒട്ടനവധി സംഗതികൾ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. യേശു ദൈവമല്ല എന്നും യേശുവിന്റെ ജനനത്തെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വിമർശനമായ രീതിയിൽ തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ അവസാനത്തെ മണിക്കൂറിൽ മദ്യം കഴിച്ച് തന്റെ ആയുസ് അവസാനിക്കുന്ന ഘട്ടം വന്നപ്പോൾ തന്നെ ശുശ്രൂഷിക്കുന്ന, തന്നെ പരിപാലിക്കുന്ന, തന്നെ നോക്കുന്ന ആ പ്രിയപ്പെട്ടവരോട് താൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: പിശാചിന്റെ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യം ഉലകത്തിലുണ്ടെങ്കിൽ അതെന്റെ പുസ്തകമാണ്. അതിനൊറ്റ കോപ്പി പോലും വായിക്കരുതെന്ന് പറഞ്ഞ് സകല കോപ്പികളും കത്തച്ചുകളെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ ലോകത്തോട് ടാറ്റ പറഞ്ഞതായി നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകന്മാരായിരുന്ന വോൾട്ടയർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു: ക്രിസ്ത്യാനിയുടെ പുസ്തകം എന്നറിയപ്പെടുന്ന ബൈബിൾ, അതിന്റെ വല്ല കോപ്പികളും കാണണമെങ്കിൽ വല്ല മ്യൂസിയത്തിലെ കാണാൻ കഴിയത്തുള്ളൂ എന്ന് പ്രഖ്യാപിച്ച വോൾട്ടയർ അത് പറയാൻ കാരണമുണ്ട്. അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്. അനേക യുവാക്കന്മാർ അദ്ദേഹത്തിന്റെ പുസ്തകം എഴുതി, പുസ്തകം വായിച്ചിട്ട് ഇൻകുലാസുണ്ടാവാൻ വിളിച്ച് വിപ്ലവത്തിലേക്ക് മാറിപ്പോയ ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം വിചാരിച്ചത് അനേകരെ ആകർഷിക്കാൻ കഴിയുന്ന പുസ്തകം അതെന്റെ പുസ്തകമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പറഞ്ഞത് ബൈബിൾ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ആ വല്ല കോപ്പികൾ എവിടെ കാണാൻ കഴിയത്തുള്ളൂ, മ്യൂസിയത്തിലെ കാണാൻ കഴിയത്തുള്ളൂ എന്ന് പ്രഖ്യാപിച്ചെന്നാൽ അദ്ദേഹത്തിന് അവസാന
വിളിച്ചു പറയുന്നു, ഞാൻ ദൈവത്താലും മനുഷ്യനാലും കൈവിടപ്പെട്ടവനായി ലോകത്തോട് വിട പറയുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ലോകത്തോട് ടാറ്റ പറഞ്ഞു. ചരിത്രം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ബംഗ്ലാവ് ജനീവ ബൈബിൾ സൊസൈറ്റിക്കാര് വിലക്ക് വാങ്ങിച്ചു. അദ്ദേഹം വല്ല കോപ്പികൾ, ബൈബിളിന്റെ കോപ്പികൾ മ്യൂസിയത്തിൽ കാണാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കോടിക്കണക്കിന് പുസ്തകങ്ങൾ അച്ചടിച്ച് വെക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പദ്ധതി ചലിക്കപ്പെടുവാനിടയായി തീർന്നു. നമുക്കറിയാം, ലോകത്തിൽ ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ രാജ്യം, അവിടെ മുഴുവനും മനുഷ്യരെ കൊന്നു തിന്നുന്നവരായിരുന്നു, നരഭോജികളായിരുന്നു. ആ നരഭോജികളെ മനുഷ്യരാക്കി മാറ്റിയത് ഈ ലോകത്തിലെ രസങ്ങളല്ല, ഈ ലോകത്തിലെ തത്വസംഹിതകളല്ല, യേശു ക്രിസ്തുവിന്റെ നിർമ്മല സുവിശേഷമാണ് മനുഷ്യനെ രൂപാന്തരത്തിലേക്ക് മാറ്റപ്പെടുവാനിടയായി ചെന്നത്. നമുക്കറിയാം, കേരളത്തിന്റെ ഹൃദയഭാഗമായി, തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമായിരിക്കുന്ന ചെങ്കൽച്ചൂള എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമമുണ്ട്, ഒരു കോളനി ഉണ്ട്. അവിടെ തിങ്ങിപ്പാർക്കുന്ന നിരവധി കുറ്റവാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായിരുന്നു. ക്രൂരത ചെയ്യുന്ന കൊലപാതകൾ അവിടെ ഉണ്ടായിരുന്നാൽ മാറി മാറി കടന്നു വരുന്ന പോലീസ് അധികാരികൾക്കോ ഗവൺമെന്റുകൾക്കോ ഒന്നും അവരെ നിയന്ത്രിക്കാനോ അവിടെ നിന്ന് അവരെ വിടുവിക്കാനോ കഴിയാതെ വന്നപ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ നിർമ്മല സുവിശേഷം അവരെ ആ സ്വഭാവത്തിൽ നിന്നും പാപാന്തരത്തിൽ നിന്നും മാനസാന്തരത്തിൽ കൊണ്ടുവരേണ്ടിയായിട്ടുള്ളത് ഈ ലോകത്തിലെ തത്വസംഹിതകളല്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല, യേശുവിന്റെ നിർമ്മല സുവിശേഷമാണ് അവരെയൊക്കെ മാറ്റിമറിക്കുവാനിടയായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം ഒരു മതത്തിന്റെ വക്താക്കളായിട്ടല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. യേശു എന്ന് പറയുന്ന അനേകം രൂപാന്തരപ്പെടുത്തുന്ന, അനേകം പാപത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള രക്ഷയുടെ സന്ദേശമാണ് ഞങ്ങൾ ഈ കട്ടച്ചിറ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ ഞങ്ങൾ ഉയർത്തുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു മതത്തിന്റെ വക്താക്കളായിട്ടല്ല നിൽക്കുന്നത്. ഞങ്ങൾ അറിഞ്ഞ രക്ഷയുടെ സന്ദേശം. ഞങ്ങൾ പലരും എന്താണ് മദ്യത്തിന്റെയും മയക്കുമരുന്നിലേക്ക്, ലഹരി പദാർത്ഥങ്ങളൊക്കെ അടിമകളായിരുന്ന ഞങ്ങളെ ആ സ്വഭാവത്തിൽ നിന്ന് മാറ്റിയത് യേശുവിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ സുവിശേഷമാണ് ഞങ്ങളെ ആ സ്വഭാവത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരുവാനിടയായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ വിശുദ്ധ ബൈബിൾ പറയുകയാണ്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്ത് കടന്നു. എങ്ങനെയാണ് പാപം ലോകത്തിൽ കടക്കുവാനിടയായിട്ടുള്ളത് എന്ന് ബൈബിൾ പറയുമ്പോൾ ഏക മനുഷ്യന്റെ പാപമുഖാന്തരമാണ്. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ നിർമ്മിച്ച് ഏതൻ തോട്ടത്തിലാക്കി. എന്നിട്ട് മനുഷ്യനോട് ദൈവം കൽപ്പിച്ചു, തോട്ടത്തിൽ ഒരുപാട് വൃക്ഷമുണ്ട്, അതിന്റെ ഫലമൊക്കെ നിങ്ങൾക്ക് കഴിക്കാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ കഴിക്കരുത്, കഴിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിരുന്നു. എന്നാൽ പിശാചിന്റെ വാക്ക് കേട്ടിട്ട് ഇത് കഴിക്കരുത് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം കഴിച്ച് എന്നേക്കുമായി ദൈവത്തിന്റെ പദ്ധതിക്കുള്ളിൽ നിന്നും, ദൈവത്തിന്റെ കാര്യപരിപാടിക്കുള്ളിൽ നിന്നും, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും മനുഷ്യൻ വ്യതിചലിച്ചു പോകേണ്ടിയായി തീർന്നു. എന്താണ് പാപം എന്ന് ചോദിച്ചാൽ അതിന്റെ ഗ്രീക്ക് ഭാഷയിൽ, ആ മൂലഭാഷയിൽ ഇങ്ങനെയാണ് ആ പദം പറഞ്ഞിരിക്കുന്നത്. ഹമാറ്റിയ എന്ന പദമാണ്. ഹമാറ്റിയ എന്ന് പറഞ്ഞ പദം, അതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്. ഹമാറ്റിയ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിന്റെ പദം ഇങ്ങനെ പറയുന്നു, മിസ് ഇൻ ദ മാർക്ക്, ലക്ഷ്യം തെറ്റുക. ദൈവത്തിന്റെ കാര്യപരിപാടിക്കുള്ളിൽ നിന്നും ഇതാ അവൻ ലക്ഷ്യം തെറ്റിപ്പോകുകയാണ്. അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഒരു വേട്ടക്കാരൻ ഒരു പക്ഷിക്ക് നേരെ ലക്ഷ്യത്തോടു കൂടി അമ്പെയ്യുമ്പോൾ അമ്പ് ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ആ വേട്ടക്കാരൻ പറയുന്നതാണ് ഹമാറ്റിയ, ലക്ഷ്യം തെറ്റിപ്പോയി. ഇതാ ദൈവത്തിന്റെ പദ്ധതിക്കുള്ളിൽ നിന്നും, ദൈവത്തിന്റെ കാര്യപരിപാടിക്കുള്ളിൽ നിന്നും മനുഷ്യൻ വ്യതിചലിച്ചു പോയപ്പോൾ ഇതാ ആ പാപത്തിൽ വീണ ആ മനുഷ്യനെ നേടിയെടുക്കുവാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ പൊന്നോപുത്രനായ യേശുവിനെ ഈ താളലോകത്തിലേക്ക് അയച്ചത്. ബൈബിൾ പറയുന്നുണ്ട്, അവ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളുമെന്ന് വിചാരിക്കാതെ മനുഷ്യനായി താളലോകത്തിലേക്ക് അവൻ അവതരിക്കപ്പെടുവാനിടയായി. നോക്കുക, സകല മതങ്ങളും പറയുന്നുണ്ട് മനുഷ്യൻ പാപിയാണ്. പാപത്തിന്റെ അഗാധ കഷ്ടത്തിലേക്ക് താഴുപോയ മനുഷ്യനെ എങ്ങനെ നേടിയെടുക്കുവാൻ കഴിയും? മതങ്ങൾ പറയുന്നു അവിടെ പോയാൽ ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ പോയാലൊക്കെ രക്ഷ പ്രാപിക്കാം എന്നൊക്കെ മതങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കരയിൽ നിന്നുകൊണ്ട് നീന്തൽ പഠിപ്പിക്കുന്ന ഒരു രക്ഷകനെയല്ല നമുക്ക് ആവശ്യം. മനുഷ്യൻ ആണ്ട് കിടക്കുന്ന ആടിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവന്റെ കരം പിടിച്ചുയർത്തുന്ന രക്ഷകനെയാണ് ആവശ്യം. ആ രക്ഷകനെയാണ് ഞങ്ങൾ ഈ കട്ടച്ചിറ ജനിച്ചേറി ഉയർത്തുന്നത്. അവന്റെ പേരാണ് നസ്രായനായ യേശു ക്രിസ്തു.
യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നത് ഒരു മതം സ്ഥാപിക്കാൻ വന്നതല്ല, ഒരു കൂട്ടം പറ്റുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയല്ല. യേശു ഈ ലോകത്തിലേക്ക് വന്നത് പാപത്തിൽ അണ്ടുകിടക്കുന്ന മനുഷ്യനെ ദൈവത്തിനെ കളിപ്പിക്കാൻ വേണ്ടിയാണ്. യേശു കർത്താവ് ഈ താഴലോകത്തിലേക്ക് അവതരിക്കപ്പെടുവാനിടയായിത്തീർന്നത്. നോക്കുക, യേശു ജനിക്കുന്നതിന് മുമ്പ് യോസെഫിനോട് ദൈവത്തിന്റെ ദൂതൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അനേകരുടെ പാപങ്ങളെ പോക്കി മരിക്കണവനായതുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിലും വിളിച്ചു പറയട്ടെ, യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ, മറ്റൊരുത്തരും രക്ഷയില്ല, മറ്റൊരിടത്തും രക്ഷയില്ല. രക്ഷപ്പെടുവാൻ ഒറ്റ മാർഗം, അത് യേശുവിന്റെ മാർഗമാണ്. ആ യേശുവിന്റെ മാർഗത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നോക്കുക, അത് രക്ഷപ്പെടാൻ കഴിയാതെ വേണം. എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ഞങ്ങൾ ഈ കടഭാരങ്ങൾ രക്ഷപ്പെടും, കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായി തീരും, ഞങ്ങൾ എന്ന് മാത്രമല്ല ഈ രോഗത്തിൽ ഞങ്ങൾ രക്ഷപ്പെടാൻ കഴിയുമെന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ട് വ്യാകുലപ്പെട്ട് ആരെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ മുമ്പിൽ നീ മുട്ടുമടക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ യേശുവിനെ വിടുവിക്കുവാൻ, നിന്റെ കടഭാരങ്ങളെ മാറ്റുവാൻ, നിന്റെ രോഗങ്ങളെ മാറ്റുവാൻ, നിന്റെ നിരാശകളെ മാറ്റുവാൻ, നിന്റെ മധ്യഭാഗത്ത് ആസക്തി വിടുതൽ നൽകുവാൻ യേശു ക്രിസ്തു മതിയായ ദൈവമാണ്. നോക്കുക, യേശു രക്ഷകനാണ്, യേശു വിടുവിക്കുന്നവനാണ്, യേശു പാപമോചനം നൽകുന്നവനാണ്, നിന്റെ ദുഃഖങ്ങളെ മാറ്റുന്നവനാണ്, നിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുന്നവനാണ്, നിന്റെ നിലവാരത്തെ മാറ്റം വരുത്തുന്നവനാണ് ഞങ്ങൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു. നോക്കുക, യേശു ക്രിസ്തു 33 തിരുവയസ്സ് വരെ ലോകത്ത് പാർത്തു, അനേക അത്ഭുതങ്ങൾ ചെയ്തു, അനേക അടയാളങ്ങൾ ചെയ്തു. യേശു ദൈവപുത്രൻ തെളിയിക്കുന്നതിനായിട്ട് അന്നത്തെ മതാനുസാരികൾ റോമൻ ഭരണകൂടങ്ങൾ യേശു കർത്താവിനെ ക്രൂശിക്കുകയാണ് ചെയ്തത്. നോക്കുക, നമുക്കറിയാം യേശു ക്രിസ്തു പസ്ക അനന്തരം തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാൻ കടന്നു ചെല്ലുമ്പോൾ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് നിലവിളിക്കുന്ന യേശു കർത്താവ് അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തം പോലെ പൊടിഞ്ഞ് താഴേക്ക് വീഴപ്പെടുകയാണ്. നോക്കുക, പിതാവേ, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിക്ക് അവനെ ധൈര്യപ്പെടുത്തുവാൻ, അവനെ ബലപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരികയാണ്. ഇതാ യേശു അങ്ങനെ നിൽക്കുമ്പോൾ ഇതാ ഗദസമ തോട്ടത്തിലേക്ക് ഒരു കൂട്ടം പടയാളികൾ ഇരമ്പി കയറി വരുന്നു. ആ കൂട്ടത്തിൽ യൂദാ ഇസ്കറിയോത്ത് നിൽക്കുകയാണ്. യൂദാ ഇസ്കറിയോത്ത് യേശുവിനെ ചുംബനത്താൽ ഒറ്റിക്കൊടുക്കുകയാണ്. ആ പടയാളികൾ ഓടി വന്ന് യേശുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവർ ചോദിച്ചു, നീയാണോ നസറേനായ യേശു ക്രിസ്തു? യേശു പറഞ്ഞു, അതെ ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതാ അവർ മോഹാലസ്യപ്പെട്ട് താഴേക്ക് വീഴപ്പെടുകയാണ്. നോക്കുക, എന്തുകൊണ്ടാണ് സംഭവിച്ചത്? പഴയ നിയമത്തിൽ മോശയ്ക്ക് വെളിപ്പെട്ട ദൈവമാണ് ഇതാ തോട്ടത്തിൽ നിൽക്കുന്നത്. നോക്കുക, യേശു കർത്താവിനെ വിലങ്ങണിച്ചുകൊണ്ട് അന്നത്തെ മതാനുസാരികൾ ഭരിക്കുന്ന ഹന്നാവിന്റെ കയ്യഫാവിന്റെ മുമ്പിലേക്ക് യേശുവിനെ കൊണ്ടു നിർത്തുകയാണ്. അവർ വിസ്തരിച്ചു, യാതൊരു കുറ്റവും യേശു ക്രിസ്തുവിൽ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. ഇതാ പീലാത്തോസിന്റെ കൊട്ടാരത്തിലേക്ക് അവനെ വലിച്ചിഴച്ചുകൊണ്ട് പോയി. അവനെ കുറ്റസഹിതം വിവരിച്ചിട്ടും ഒരു കുറ്റം പോലും പീലാത്തോസ് കാണാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ആ പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ അങ്ങനെ മാറി മാറി കോടതികൾ മാറി മാറി വിസ്തരിക്കപ്പെട്ടിട്ട് ഒരു കുറ്റം പോലും യേശു ക്രിസ്തുവിൽ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. പീലാത്തോസ് പറയുകയാണ്, ഈ നീതിമാനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആ കൂടി നിൽക്കുന്ന ജനം വിളിച്ചു പറയില്ല, അവൻ ദൈവദൂഷണം പറയുന്നു, അവൻ ദൈവമാണെന്ന് പറയുന്നു, അവനെ ക്രൂശിക്കുക 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 എന്ന് അട്ടഹസിക്കുമ്പോൾ പീലാത്തോസ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇതാ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്റെ കൊട്ടാരത്തിനകത്ത് തന്റെ ഭാര്യ ഒരു കത്ത് തന്റെ ഭൃത്യന്റെ കൊടുത്തു വിടുകയാണ്. അതിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, ആ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത് എന്നാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. വായിച്ചു കഴിഞ്ഞപ്പോൾ പീലാത്തോസ് പറഞ്ഞു, ഇതാ അല്പം വെള്ളമെടുത്തു വരാൻ പറഞ്ഞു. ആ വെള്ളം എടുത്തിട്ട് സകല ജനങ്ങൾക്കാകെ അവൻ കൈ കഴുകിയിട്ട് പറയുകയാണ്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്കൊരു പങ്കാളിത്തമില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പടയാളുടെ കയ്യിലേക്ക് അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവനെ വലിച്ചിഴച്ചുകൊണ്ട് ഇതാ ഗബദ എന്ന് പറയുന്ന കൽത്തളത്തിലേക്ക് കൊണ്ട് നിർത്തി. അവരുടെ ശിരസിൽ മുൾക്കിരീടമണിഞ്ഞു. അവരുടെ രോമങ്ങൾ 2 റോമൻ നാണയങ്ങൾ ചേർത്ത് പിടിച്ച് വലിച്ചു പറിച്ചെടുത്തു. നോക്കുക, മുഷ്ടി ചുരുട്ടി അവനെ ഇടിച്ചു, അവന്റെ മുഖത്ത് തുപ്പി അവനെ പരിഹസിച്ചു. എന്നിട്ട് പച്ചപ്പൈമര കുരിശ് അവന്റെ തോളിലേക്ക്
വെച്ചു കൊടുത്തു. വീണ്ടും എഴുന്നേറ്റ് വെച്ചു വിറച്ചും കൊണ്ട് കാൽവരിയിലേക്ക് നടന്നേലുമ്പോൾ ആ വരവ് കണ്ട് യെരൂശലേം സ്ത്രീകൾ വാവിട്ട് നന്ദത്തടിച്ച് കരയുമ്പോൾ ഇതാ യേശു പറയുക, എന്നെ ചൊല്ലി നിങ്ങൾ കരയണ്ട, നിങ്ങളെ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരവിൻ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ആരെങ്കിലും മക്കളുടെ വരിവിട്ട പോക്കുകൾ കണ്ടിട്ട്, അവരുടെ മദ്യപാനം കണ്ടിട്ട്, അവരുടെ ലഹരിപര പദാർത്ഥങ്ങൾ ഉപയോഗങ്ങൾ കണ്ടിട്ട് നന്ദത്തടിച്ച് വാവിട്ട് നിലവിളിക്കുന്ന മാന്യ സുഹൃത്തെ, കൂടപ്പറപ്പേ, മാതാവേ, പിതാവേ, ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നീ മുട്ടുമടക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ മദ്യത്തിന്റെ ആസക്തിയിൽ നിന്നും മാത്രം ലഹരി പദാർത്ഥ ഉപയോഗങ്ങളിൽ നിന്നും ദൈവം വിടിവെക്കുവാൻ അവർ സർവശക്തനായ ദൈവമാണ്. പത്രമത്ത് നോക്കും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേശാഭിമാനി എടുത്താലും മനോരമ എടുത്താലും മാത്രമല്ല മാതൃഭൂമി എടുത്താലും എന്തിനേറെ പറയണം, TV തുറന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കണ്ട് നമ്മൾ ഞെട്ടിവിറച്ചുകൾ നോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടില്ലേ, ഒരു പിതാവ് 10 വയസ്സുള്ള തന്റെ സ്വന്തം മകനെ എന്താണ് ശരീരത്തിൽ സെലോടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് ഇതാ MDMA എന്ന് പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന ചരിത്രം ആ പത്രം, കഴിഞ്ഞ പത്രത്തിൽ നമ്മൾ വായിച്ചില്ലേ. മാത്രമല്ല കഴിഞ്ഞ ദിവസം MDMA പോലീസ് പിടിച്ചപ്പോൾ അവനത് മുഴുവൻ വിരുങ്ങി ഒരു ചെറുപ്പക്കാരൻ ദാരുണമായി കൊല്ലപ്പെട്ട ചരിത്രം കണ്ടിട്ടില്ലേ. ഇതാ ഒരു മകൻ നമുക്കറിയാം 5 പേരെ കൊലപ്പെടുത്തി. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണ്? മദ്യപാനമാണ്, ലഹരി പദാർത്ഥ ഉപയോഗമാണ്. നമുക്കറിയാം കോട്ടയം തൊണ്ട അടുത്ത് കിടക്കുന്ന ജില്ലയാണല്ലോ കോട്ടയം എന്ന് പറയുന്ന സ്ഥലം. ആ കോട്ടയത്തെ ഒരു ചെറുപ്പക്കാരൻ അവൻ മദ്യപിച്ച് ഭവനത്തിലേക്ക് കയറി വരിക. ഭവനത്തിലേക്ക് കയറി വന്നപ്പോൾ അമ്മയൊക്കെ പേടിച്ച് വിരണ്ടു നിൽക്കുക. എന്തു ചെന്നറിയാതെ അവൻ എന്തെങ്കിലും ചെയ്യും, അടിക്കും, മർദ്ദിക്കും എന്ന് പേടിച്ച് നിൽക്കുമ്പോൾ അവൻ അമ്മയോട് പറയും, അമ്മേ എനിക്ക് ചോറ് വേണം, ചോറിന്റെ കൂട്ടത്തിൽ എന്താണ് ഇറച്ചിക്കറിയും വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മോനെ ഇറച്ചിയില്ല, ഞാൻ കടലിൽ ചെന്നപ്പോൾ ആ ഇറച്ചി തീർന്നു പോയി, അതുകൊണ്ട് മുട്ട മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് അവൻ പോയി മുട്ട മേടിച്ചിട്ട് വന്നു. മുട്ട കറി വെക്കാൻ വേണ്ടി പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ സവാള ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ പുറകിലൂടെ ഓടി വന്നിട്ട് അമ്മയിൽ നിന്ന് ആ കത്തി പിടിച്ചു വാങ്ങിയിട്ട് സ്വന്തം അമ്മയുടെ കറുത്തിറക്കുന്ന ഒരു മകന്റെ ചരിത്രം കഴിഞ്ഞ പത്രത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ. എന്താണ് പിന്നിൽ പ്രവർത്തിച്ചത്? അത് മദ്യപാനമാണ്, ലഹരി പദാർത്ഥ ഉപയോഗമാണ്. അതിൽ നിന്നൊരു വിടുതൽ ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ തയ്യാറെങ്കിൽ മാത്രമേ അതിൽ വിടുതൽ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ വിളിച്ചു പറയും, ഈ ശബ്ദപരിധികൾക്കുള്ളിൽ ആരെങ്കിലും ലഹരി പദാർത്ഥങ്ങളെയോ മദ്യത്തിന്റെ ആസക്തിയിലൂടെ കടന്നുപോയി കുടുംബം നഷ്ടപ്പെടുത്തി കളയുന്ന, കുടുംബജീവിതം നഷ്ടപ്പെടുത്തി കളയുന്ന, മക്കളെ അടിക്കുന്ന, പിതാവിനെ അടിക്കുന്ന, മാതാവിനെ അടിക്കുന്ന, ഭാര്യ അടിക്കുന്ന, അമ്മയപ്പന്മാരെ അടിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നീ യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നിനക്ക് വേണ്ടിയാണ്, നിന്റെ കുടുംബത്തിന് വേണ്ടിയാണ്, നിന്റെ ഭർത്താവിന് വേണ്ടിയാണ്, നിന്റെ തലമുറകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത്. ആ യേശുവിന്റെ മുമ്പിൽ നീ മുട്ടുമടക്കാൻ തയ്യാറാകുന്നെങ്കിൽ യേശു നിങ്ങളെ വിടുവിക്കുവാൻ അവർ സർവശക്തനായ ദൈവമാണ്. യേശുവിനെ ക്രൂശിലേക്ക് വളർത്തിക്കിടത്തി അവന്റെ കൈ കാലിൽ 9 ഇഞ്ച് നീളമുള്ള പാണികൾ തറച്ചിറക്കി ഇതാ അവനെ ക്രൂശിക്കുകയാണ്. പാറയിൽ വെട്ടിയുണ്ടാക്കുന്ന കുഴിയിലേക്ക് യേശുവിനെ ക്രൂശ് പതിച്ചപ്പോൾ അസ്ഥികൾ ബന്ധങ്ങൾ വേറുപെടുമാർ. യേശുവിനും പിതാവേ നീ എന്നെ കൈവിട്ടതെന്ത്? സകല നിവൃത്തിയായി എന്റെ ആത്മാവിനെ തെക്കേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തത്തോട് തലയച്ചുകൊണ്ട് അവൻ തന്റെ പ്രാണനെ വിടുകയാണ്. അങ്ങനെയെങ്കിൽ മരിച്ച് ആ യോസഫിന്റെ കല്ലറയിൽ അവൻ അടക്കം ചെയ്തു. മാത്രമല്ല 3-ാം ദിവസം കല്ലറയെ ഭേദിച്ചുകൊണ്ട് മരണത്തെ ഭേദിച്ചുകൊണ്ട് യേശു കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കൊള്ളിയായിട്ടുണ്ട്. നോക്കുക, അങ്ങനെയെങ്കിൽ മരിച്ച ഒരു ദൈവത്തെ അല്ല ഞങ്ങൾ ഉയർത്തുന്നത്, മരിച്ചിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് ഉയർത്തുന്നത്. അങ്ങനെയെങ്കിൽ നോക്കുക, അനേക മഹാരഥന്മാരുടെ കല്ലറടഞ്ഞു കിടക്കുമ്പോൾ, സിനിമാ സ്റ്റാറുകളുടെ കല്ലറടഞ്ഞു കിടക്കുമ്പോൾ, കായിക താരങ്ങളുടെ കല്ലറടഞ്ഞു കിടക്കുമ്പോൾ, അനേക മനുഷ്യ ദൈവങ്ങളുടെ കല്ലറടഞ്ഞു കിടക്കുമ്പോൾ, അനേക മധ്യസ്ഥന്മാരുടെ കല്ലറടഞ്ഞു കിടക്കുമ്പോൾ, അനേക നിരീശ്വരവാദിയുടെ കല്ലറടഞ്ഞു കിടക്കുമ്പോൾ, അനേക രാഷ്ട്രീയ നേതാക്കന്മാരുടെ കല്ലറടഞ്ഞു കിടക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ കല്ലറ മാത്രം ഇന്നും പാലസ്തീൻ തുറന്നു കിടക്കുക. അവൻ എവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നോക്കുക, ഒരിക്കൽ ശിഷ്യന്മാർ ചോദിച്ചതിന് വരവിന്റെ ലക്ഷണം എന്തൊക്കെയാണ്? യേശു പറഞ്ഞു, ജാതിയോടും രാജ്യത്തോടൊക്കെ യുദ്ധമുണ്ടാകും, ശാപങ്ങൾ, ഭൂകമ്പങ്ങൾ, മഹാവ്യാധികൾ, രോഗങ്ങളൊക്കെ ഉണ്ടാകും. ഇത് വിളിച്ചറിയിക്കുന്നത് യേശുവിന്റെ മടങ്ങി വരവാണ്. അതല്ലേ നമ്മൾ കണ്ണിന് മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ ജാതി തമ്മിൽ യുദ്ധമുണ്ടാകും, അടക്കുണ്ടാകുന്നു, പ്രശ്നമുണ്ടാകുന്നു, യുദ്ധമുണ്ടാകും, ശാപമുണ്ടാകും.
ആകുന്നു. ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് യേശുവിന്റെ മടങ്ങിവരവ് വാതിക്കലായിരിക്കുകയാണ്. യേശു പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കാൻ പോകുക. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരുത്തേണ്ടതിന് ഞാൻ പോയതുപോലെ മടങ്ങി വന്ന് ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളാം. യേശു നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കാൻ കടന്നു പോയിരിക്കുകയാണ്. അവനൊരുക്കുന്ന വാസസ്ഥലം മാണിക്യം, ഭരതകം, ഗോമേതകം, പുഷ്പര, വൈഡൂര്യം എന്നിങ്ങനെ 12 പല രക്തങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന ഒരു നഗരം ദൈവം നമുക്ക് വേണ്ടി പണി കഴിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിപ്പെടണമെങ്കിൽ വിശുദ്ധിയോടെ വേർപാടോടെ ദൈവിക കൽപ്പന അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവിടെ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തരും രക്ഷയില്ല, മറ്റൊരിടത്തും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു ക്രിസ്തു അല്ലാതെ വേറൊരു നാമമില്ല. ഇപ്പോഴാണ് സുപ്രസാദ കാലം, ഇപ്പോഴാണ് രക്ഷാ ദിവസം. ആ യേശുവിനെ സ്വന്തം സ്വീകരിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ യേശു നിങ്ങളെ വിടുവിക്കുവാൻ അവൻ സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ. ഞങ്ങൾ അറിഞ്ഞ രക്ഷയുടെ സന്ദേശങ്ങൾ, ഞങ്ങൾ അറിഞ്ഞ രക്ഷയുടെ ആ സുവിശേഷം നിങ്ങൾ ഞങ്ങൾ പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് യേശുവിനെ സ്വന്തം സ്വീകരിക്കുക. അടുത്ത മണിക്കൂർ നമുക്കുള്ളതല്ല, അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. അതുകൊണ്ട് ഈ വചനം കേൾക്കാതെ നിങ്ങൾ പോകരുത്. ആ യേശുവിനെ ഹൃദയങ്ങൾ തുറന്നു കൊടുക്കുക. സകല വിഷയത്തെ പരിഹാരം തരുവാൻ യേശു ക്രിസ്തു മതിയായ ദൈവമാണ്. ആ കർത്താവിനെ ഹൃദയം തുറന്നു കൊടുക്കുക. അവൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ സർവശക്തന ദൈവമാണ്. ആ കർത്താവ് നിങ്ങൾ ധാരാളം അനുഗ്രഹിക്കുമാറാണ്. ദേശത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്ന ദാസനെ ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ അടുത്തും അകലെയുമായി ചാരത്തും ദൂരത്തുമായി ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനിൽ കൂടെ മാറ്റമില്ലാത്ത വചനത്തെ ശ്രമിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശനിവാസികൾ, ദേശത്തുള്ള ഭവനങ്ങളെ എല്ലാം ഓർത്ത് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും വാക്ക് പറഞ്ഞ മാർഗത്തിനുമായി ഞങ്ങളുടെ നല്ല സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹരമേറിയ നല്ല ഈ മധ്യാഹ്ന വേളയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഇവിടെ ഈ പറയപ്പെട്ട ഈ വചനം കർത്താവേ, അനേകരുടെ ജീവിതത്തെ വിടുതലിനും ആശ്വാസത്തിനും കാരണമായി തീരുവാൻ ദൈവം അവിടുന്ന് സഹായിക്കണം. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, പ്രത്യാശയില്ലാതെ ആരെങ്കിലും പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും പ്രത്യാശയും നൽകി തരുവാൻ കഴിയുന്ന ഒരു യേശുവിനെയാണ് ഇത് പകൽക്കാലം ഞങ്ങൾ ഇവിടെ പ്രസംഗിച്ചത്. ആ യേശുവിനെയാണ് ഞങ്ങൾ ഇത് പകൽക്കാലം ഇവിടെ ഉയർത്തിക്കാട്ടത്. അങ്ങനെയെങ്കിൽ കർത്താവ്, ഇന്ന് പകൽക്കാലം അനേകരുടെ ജീവിതത്തിൽ വലിയ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. തലമുറയോർത്ത് ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ, രോഗത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം അവരുടെ ജീവിതത്തിൽ ആശ്വാസമായി തീരുവാൻ ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവെ, ഞങ്ങൾ അടുത്ത ദേശത്തേക്ക് കടന്നു പോകുന്നു. അവിടുത്തെ കൃപ കൂടിയിരിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ. നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും അറിയണമെങ്കിൽ ഇവിടെ കൊടപ്പനക്കുന്നിലുള്ള ഇന്ത്യ ബന്ധക്കോസ് ദൈവസഭയുമായി നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ ഇടയായി തീരും. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ആ കർത്തദാസനുമായി നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ടി ആ കർത്തദാസൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. തുടർന്ന് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. കർത്താവായ യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. അവൻ രാജാതി രാജാവായി വേഗം വരുന്നു. അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ആമേൻ, ആമേൻ, ആമേൻ.